കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ്. MP ആയി പാർലമെൻറ്റിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ്. അദ്ദേഹം ഡബിൾ മുണ്ടെടുത്ത് മലയാളി വേഷത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയപ്പോൾ പറഞ്ഞത് കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ എന്നാണ്. എന്തായാലും അദ്ദേഹം വളരെ വിനയാന്വിതനായി ലളിതമായ വേഷത്തിൽ മലയാളത്തിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും അറിയാം, ഇംഗ്ലീഷ് നന്നായിട്ടറിയാം. എന്നാൽ അദ്ദേഹം അവിടെ പോയപ്പോഴും മലയാളികളോടുള്ള ആദരവും സ്നേഹവും മലയാളത്തിനോടുള്ള പ്രത്യേക താല്പര്യവും പ്രകടിപ്പിച്ചു എന്ന് വേണം കരുതാൻ. എന്തായാലും അദ്ദേഹം വരുന്നത് മുതൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ സാഘൂതമാണ് എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും പ്രതിപക്ഷത്തോടതും ഭരണപക്ഷത്തോടതും ഈ ചടങ്ങ് വീക്ഷിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് അത്ഭുതകരമായ വിജയം നേടിയിട്ടുള്ളത്. BJP കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വിജയം നേടുന്നത്. അതും തൃശ്ശൂർ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന്, ഏകദേശം കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിലെ വിജയം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും BJPക്ക് ഒരൊറ്റ സീറ്റും കിട്ടാതെ ഇരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി നിരവധി തവണ ഈ സ്ഥലങ്ങളിലെല്ലാം റോന്തു ചുറ്റും പോലെ വന്ന് പ്രസംഗിച്ചിട്ടും തൃശ്ശൂരിൽ മാത്രമാണ് ക്ലച്ച് പിടിച്ചത്. അത് നരേന്ദ്രമോദിയുടെ മികവ് കൊണ്ടല്ല എന്ന് തെളിയിക്കുന്നൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി ജനങ്ങളോട് മനുഷ്യസ്നേഹമുള്ള ഒരാളാണെന്നും ത്യാഗപൂർണമായി ജനങ്ങൾക്ക് സേവനം നടത്താൻ നിൽക്കുകയാണെന്നും ജാതി മതങ്ങൾക്കപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നും മാത്രമല്ല, അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ അതിനെതിരെ എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒരു വല്ലാത്ത സഹാനുഭൂതി തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നതുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ വിജയം കേരളം വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് അദ്ദേഹം സിനിമാ നടൻ എന്ന നിലയിൽ, ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ നമ്മളെല്ലാവരും വീക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹം വിജയിച്ച ശേഷം ഏറ്റവും വിനയാന്വിതമായിട്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നത്. കരുണാകരനെ ഓർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കരുണാകര മന്ദിരത്തിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഭാരതമാതാവാണ് ഇന്ദിരാഗാന്ധി, അതേപോലെ കരുണാകരൻ കേരളത്തിൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിക്കുട്ടിയമ്മ എൻ്റെ അമ്മയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ടാണ് BJPക്കെതിരാണ്, RSSനെതിരാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം മുരളിക്ക് ശരിക്കും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചിട്ടുള്ളത്. എന്തായാലും സുരേഷ് ഗോപി ആക്ഷൻ തുടങ്ങിയിരിക്കുന്നു. ആക്ഷൻ ഹീറോ പോലെ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു വെറും സഹമന്ത്രിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുല്ലപ്പെരിയാർ കാര്യത്തിലും അതേപോലെ തിരുവനന്തപുരത്ത് വർക്കലയിൽ അദ്ദേഹം സന്ദർശിച്ചപ്പോഴും നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഡൻ ആക്ഷനായിട്ടുള്ള പ്രവർത്തനങ്ങൾ. എന്തായാലും അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിൽ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചിലപ്പോൾ അദ്ദേഹം BJPയിൽ തന്നെ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലാണ് ഞാൻ നടത്തുന്നത്. നാളെ കോൺഗ്രസ്സിലേക്ക് പോകാനും അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് കേന്ദ്ര ക്യാബിനറ്റ് കൊടുക്കാതെ അദ്ദേഹത്തെ മോശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ BJP നേതാക്കന്മാരാണ് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കരുതലോടുകൂടിയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ശരിക്കും സംസാരിക്കുന്നത്. അതിലുപരിയായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരായ ആളുകളെ
നന്ദി പറഞ്ഞുകൊണ്ട് അവരെ ഓർമ്മിച്ചുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും ഗുരുത്വം പാലിച്ചുകൊണ്ട് കാണാം. നമുക്കറിയാം ഇ കെ നായനാറിൻ്റെ വീട്ടിൽ പോയി, അതേപോലെ കരുണാകരൻ്റെ സപ്തതി അതേ അടക്കം ചെയ്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അതേപോലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ BJPയിലെ ഏതെങ്കിലും നേതാക്കന്മാരെ കൂടെ നിർത്തി അതിൻ്റെ കൂടെ നിർത്തിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ഇതാവുന്നത് കണ്ടില്ല. പകരം ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുന്നു, അവിടെ പ്രവർത്തന മുഖമാക്കുന്നു. അദ്ദേഹം ഒരു ജനകീയനായ ഒരു നേതാവായി സ്വയം വളരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാ ഇപ്പോൾ അത് മലയാളികളുടെ ഹീറോ ആക്കാൻ ഉള്ള എല്ലാ ശ്രമവുമാണ് അദ്ദേഹം പാർലമെൻറ്റിൽ പോലും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്നത്തെ ആ ചടങ്ങ് ഒന്നും കൂടി നമുക്ക് കാണാം. പാർലമെൻറ്റിൽ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ഒരിക്കൽ കൂടി കാണാം. Gopi. കൃഷ്ണ ഗുരുവായൂരപ്പ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. Shri Ajay Tamta.